ബുക്കർ പുരസ്കാരം വീണ്ടും ഇന്ത്യയിലേക്ക്. സാഹിത്യത്തിനുള്ള ഏറ്റവും പ്രമുഖമായ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പുരസ്കാരമായ ബുക്കർ പുരസ്കാരം ഇതാ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിനാണ് ഈ വർഷത്തെ ബുക്കർ പുരസ്കാരം. ഹൃദയവിളക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ഈ പുരസ്കാരം. സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമാണ് ബാനു മുഷ്താഖ്. കുടുംബ സാമൂഹിക സംഘർഷങ്ങളുടെ നേർചിത്രമാണ് ബാനുവിൻ്റെ രചനകളുടെ സവിശേഷത എന്നാണ് പുരസ്കാര സമിതി വിലയിരുത്തിയിരിക്കുന്നത്. ദീപാ ബാസ്തിയാണ് ചെറുകഥാ സമാഹാരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ടേറ്റ് മോഡലിൽ നടന്ന ചടങ്ങിൽ ബാനു മുഷ്താഖ് പുരസ്കാരം ഏറ്റുവാങ്ങി. ദീപാ ബാസ്തിയും ചടങ്ങിൽ പങ്കെടുത്തു. നേരത്തെ അരുന്ധതി റോയ് അടക്കമുള്ളവർ ബുക്കർ പുരസ്കാരം നേടിയ കാര്യം ഓർമ്മിക്കുക. ബുക്കർ പുരസ്കാരത്തെക്കുറിച്ച് ഒരുപക്ഷേ ഇന്ത്യയിലുള്ളവർ കൂടുതൽ അറിഞ്ഞത് അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ ഒടയതമ്പുരാൻ എന്ന പുസ്തകത്തിലൂടെയായിരിക്കും. അങ്ങനെ ബുക്കർ പുരസ്കാരം ആ രീതിയിലാണ് ഇന്ത്യയിൽ പൊതുവെ ശ്രദ്ധിക്കപ്പെടുകയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ബുക്കർ പുരസ്കാരം നേടുക എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്, എഴുത്തുകാരിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും പരമപ്രധാനമായ നേട്ടങ്ങളിലൊന്നായിട്ട് കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായിട്ടുള്ള ആ പുരസ്കാരം ഇപ്പോൾ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിനാണ് ഈ വർഷത്തെ ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഹൃദയവിളക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഇത് മറ്റൊരു സവിശേഷത കൂടി മുന്നോട്ട് വയ്ക്കുന്നു. സാധാരണഗതിയിൽ എപ്പോഴും നോവലിനാണ് ഈ രീതിയിലുള്ള പുരസ്കാരങ്ങൾ ലഭിക്കാറുള്ളത്. ഇത്തവണ ചെറുകഥകൾക്ക്, അതിൻ്റെ ഒരു സമാഹാരത്തിന് ആ രീതിയിലുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് അതിനെ സവിശേഷമാക്കുന്നു. ചെറുകഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ രൂപം എന്ന് വിശ്വസിക്കുന്നവരാണ് ചെറുകഥ മാത്രം എഴുതുന്നവർ. പ്രത്യേകിച്ച് മലയാളത്തിലെ ടി പത്മനാഭൻ അടക്കമുള്ള എഴുത്തുകാർ ഇതുവരെയും നോവൽ എഴുതിയിട്ടില്ല. ജീവിതത്തിൽ നോവൽ എഴുതാൻ താൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു കാരണവശാലും നോവൽ എഴുതില്ല. തൻ്റെ തട്ടകം ചെറുകഥ തന്നെയാണ്. ചെറുകഥയെപ്പോലെ സാന്ദ്രമായ ഭാഷയിൽ ജീവിതത്തെ ആവിഷ്കരിക്കാൻ കഴിയുന്ന മറ്റെന്തുണ്ട് എന്ന് ടി പത്മനാഭനെ പോലെയുള്ളവർ എപ്പോഴും പറയുന്നു. ഇവിടെ ഇന്ത്യയിലേക്ക് രണ്ടാമതും ബുക്കർ പുരസ്കാരം വന്നിരിക്കുന്നത് കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിലൂടെയാണ്. ഈ വർഷത്തെ ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഹൃദയവിളക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് അവർക്ക് ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്.